കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025ന്റെ ഭാഗമായി വൈകുന്നേരം 3 മണി മുതൽ നാദം മ്യൂസിക്കൽ ഈവന്റ് ചാത്തന്നൂരിന്റെ പരിപാടി അരങ്ങേറി. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പ്രശസ്ത ഗായകൻ പന്തളം ബാലൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇതിൻ്റെ സംഘാടകനും ഇതിൻ്റെ എല്ലാമായ ജീവാത്മാവും പരമാത്മാവുമായ റുവൽ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും 10 കോടി രൂപ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും 100 കോടി രൂപ ഗുരുവായൂരപ്പനും കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയുള്ളവരാണ് ഇന്ന് സമൂഹത്തിലുള്ള കൂടുതൽ. എനിക്ക് കിട്ടണം പണം, എൻ്റെ മക്കൾക്ക് കിട്ടണം, എവിടെയെങ്കിലും എസ്റ്റേറ്റ് വാങ്ങിക്കണം, UK പോകണം, മറ്റൊരിടത്ത് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമൂഹത്തിലാണ് റുവൽ സിംഗിനെ പോലൊരാൾ ഒരു യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ട ആരുണ്ട് ഇവിടെ? കണ്ടിട്ടുണ്ടോ ദൈവം? ഏതെങ്കിലും ഒരു ദൈവത്തെ കണ്ടോ? കൃഷ്ണനെ കണ്ടുണ്ടോ? ജീസസ് ക്രൈസ്റ്റിനെ കണ്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ പ്രവാചകനെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഒരു ദൈവത്തെയും കണ്ടിട്ടില്ല. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്ന യഥാർത്ഥത്തിൽ റുവൽ സിംഗിനെ പോലിരിക്കുന്ന മനുഷ്യനായ അദ്ദേഹത്തിനാണ് നമ്മൾ ദൈവമായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഗുരുക്കന്മാരുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരു വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ചേർത്ത് നിൽക്കുന്ന നമ്മുടെ അമ്മയ്ക്കും അച്ഛനുമാണ് വേദനിക്കുന്നത്. അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇപ്പോൾ പണം ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. പണത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഒരുപാട് വൃദ്ധസദനങ്ങൾ ഞാൻ പോകാറുണ്ട്, അവിടെ പാടാറുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ പോലും പൈസ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ മധുച്ചേട്ടനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ തീർച്ചയായിട്ടും പണം ആവശ്യമാണല്ലോ, എല്ലാവർക്കും പണമാണ്. പക്ഷെ നമ്മുടെ സമയം കണ്ടെത്തി നമ്മൾ എവിടെ കൊടുക്കണം, ആ പണം എവിടെ കൊടുക്കണം, എവിടെ സമയം സ്പെൻഡ് ചെയ്യണം, നമ്മുടെ സംഗീതം എവിടെ കൊടുക്കണം എന്നുള്ള വളരെ കൃത്യമായ ഒരു അവബോധം ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കണം. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ വെരി സെറ്റിൽഡ് ആയിരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകളാണ് ഇവിടെ നിൽക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ്. കേരളം അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ഗായികയാണ് അതാണ് നിൽക്കുന്നത്, ചന്ദന എന്ന് പറയുന്ന. കഴിഞ്ഞ വർഷം അതിൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അതിനുശേഷം അനിയനുണ്ട്. അനിയന് 18 വയസ്സായെങ്കിലും ദേവസ്വം ബോർഡിലായിരുന്നു ജോലി. ദേവസ്വം ബോർഡിൽ ജോലി സാറ് ഇടപെടണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് എൻ്റെ ശിഷ്യനാണ്. അങ്ങനെ ഞാൻ അതിനെ ഇടപെട്ടു. ആൾമോസ്റ്റ് ജോലി ആയിരിക്കുകയാണ്. ഇതൊക്കെയാണ് നന്മയെന്ന് പറയുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന കാണുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്യൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കേരളത്തിൻ്റെ ഈ സംഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും പാടാൻ പറ്റത്തില്ല. സംഗീതം സാന്ത്വനമാണ്, സംഗീതം സത്യമാണ്, സംഗീതം ഒരു മരുന്നാണ്. ആ മരുന്നാകുന്ന സംഗീതത്തിൽ, സത്യമാകുന്ന സംഗീതത്തിൽ സാന്ത്വനമാകുന്ന ഇവിടെ സാന്ത്വനമാണ്. ഇവിടെ നമുക്ക് സാന്ത്വനമാണ് ആവശ്യം. ആ സാന്ത്വനമാകുന്ന സംഗീതത്തിൽ 40 വർഷമായി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പാട്ടുകാരനാണ്. സംഗീതത്തിന് മതമില്ല, നിറമില്ല, ജാതിയില്ല, കുലമില്ല, ഒന്നുമില്ല. സംഗീതം ഒന്നാണ്. അത് ആര് പാടിയാലും അതിനെ അംഗീകരിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ നാടിന് ആവശ്യം. ഞാൻ പറയുമായിരുന്നു, നമ്മുടെ അധ്യക്ഷൻ്റെ ശബ്ദം കേട്ടില്ല, എന്തൊരു ഗാംഭീര്യമുള്ള ശബ്ദമാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം എൻ്റെ ഗാനമേളകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ആനുകാലിക പ്രശ്നങ്ങളെ പറ്റിയാണ് ഇവിടെ സംസാരിച്ചു വന്നത്. അന്നത്തെ ഗാനമേളയിൽ തുടങ്ങി ഇന്ന് ഗാനമേളയായിരുന്നു പാട്ട് മാത്രം, ഇന്ന് പാട്ടും പറച്ചിലുമായിട്ട് വേടനിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം ആ പറച്ചിലിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഞാൻ കുറേ വർഷം അമേരിക്കയിലായിരുന്നു, 10 വർഷം അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ സംഗീതമാണ് ഈ റാപ്പ് സംഗീതം എന്നൊക്കെ പറഞ്ഞത്. പാട്ടുണ്ട്, അവർക്കൊരിക്കലും സസരി സരി സനി സരി രി സനി സരി സനി സഗരി രി സനി സരി സഗരി സമഗരി രി സനി സരി ഗമ പദനി സനി സനി പദമ പഗമരിക വക്രമായിട്ടുള്ള പാട്ട് അവരുടെ തൊണ്ടയിൽ അത് വഴങ്ങിയില്ല, അല്ലെങ്കിൽ ടങ് സ്ലിപ്പ് ഉണ്ടാവും അവർക്ക്. അത് ടേസ്റ്റ് ഈസി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പാടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം അപ്പോൾ അതും റാപ്പുമായിട്ട് മിക്സ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ പോന്നു, 2014 ഇങ്ങനെ പോന്നു. പക്ഷേ അത് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എല്ലാം അവിടുത്തെ സംസ്കാരങ്ങളാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 18 വയസ്സുള്ളവർക്ക്
പിന്നെ എന്ത് പറഞ്ഞു 18 വയസ്സുള്ളെങ്കിൽ കുട്ടികൾക്ക് സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ എന്തോരം നാണക്കേട് പോലെയാണ് അമേരിക്കയിൽ. ഇന്ന് നോക്കിയാട്ട് പാൻറ്റ് പുറവശം താത്തിരിക്കുന്ന പാൻറ്റ് തൊപ്പി തിരിച്ച് വയ്ക്കുക, വെള്ളിമാല കഴുത്തിടുന്നത്, ഇതൊക്കെ അവിടുത്തെ സംസ്കാരം. അവിടുന്ന് ഇങ്ങോട്ട് വരും. പക്ഷേ അവിടുന്ന് സമാധാനം കിട്ടാൻ വേണ്ടി ഇവിടുത്തെ സംസ്കാരത്തെ പറ്റി അങ്ങോട്ട് ബോസ്റ്റൺ എന്ന് പറയുന്നൊരു നഗരത്തിലെ ഓംകാരം കേട്ടാണ് അവിടുത്തെ ആൾക്കാർ ഉണരുന്നതെന്നാണ് പറയുന്നത്. പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും സംഗീതത്തിനും സംസ്കാരത്തിനും സമൂഹത്തിൽ വലിയ ബാധ്യതയുണ്ടെന്നുള്ളതല്ല. സംഗീതം എല്ലാവർക്കും പാടാൻ സാധിക്കും. സസരി സരി സനി സസരി രി സനി സസരി രി സനി സരി സഗരി സരി സഗരി സമഗരി സപമഗരി സനി സരി ഗമ പദനീര സനി ധനി പദമ പഗമരി ഗ സസരി സസഗ സസപ സസപ സസദ സരീര സസദാ സനി ധമഗരി സ. ഇത് കുറേ കാലം പാടിയെങ്കിൽ മാത്രമേ തെറ്റാതെ പാടണ്ടേ. അപ്പോൾ തെറ്റാതെ പാടുന്നവനെ എന്ത് ചെയ്യണം? നമുക്ക് പറ്റാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവരെ അംഗീകരിക്കണം. എങ്ങനെ അംഗീകരിക്കും? കൊള്ളൂല്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഞാൻ പാടിയത് കൊള്ളൂല്ല എന്ന് പറയാൻ പറ്റുമോ? കൊള്ളില്ല എന്ന് പറയണമെങ്കിൽ അത് ചെയ്ത് കാണിക്കുകയോ അതിൻ്റെ അപ്പുറത്തോട്ടോ ചെയ്ത് കാണിക്കുന്നവന് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കലാകാരന് അവൻ്റെ പാട്ട്, അവൻ്റെ വസ്ത്രം നോക്കിയോ, അവൻ്റെ നിറം നോക്കിയോ, അവൻ്റെ മതം നോക്കിയല്ല, അവൻ്റെ കഴിവുണ്ടെങ്കിൽ അംഗീകരിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ നാടിന് വേണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ വരുവാനും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ ഇതിൽ എക്കോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഡ്രൈ വോയിസിലാണ് പാടാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പരിമിതിയുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവർക്കും ഓരോരോ കുടുംബങ്ങളാണ്, ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോ കുടുംബത്തിലുള്ളത്. എനിക്ക് സ്വന്തമായിട്ടൊരു ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഒരു ഭാര്യയേ ഉള്ളൂ. എന്തു പറ്റിയോ എന്തോ. അപ്പം 30 വർഷമായി ഞാൻ ലവ് മാരേജാണ്. ഞാൻ അന്യമതത്തിൽ നിന്നാണ് കെട്ടിയിരിക്കുന്നത്. മിശ്രവിവാഹമാണ്. ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതെ കെട്ടി. എൻ്റെ മകൻ്റെ കല്യാണം 2-3 വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചു. അവന് സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല. അവന് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടാം, ഇഷ്ടം മതത്തിൽ നിന്ന് കെട്ടാം. മിശ്രവിവാഹങ്ങൾ നമ്മുടെ നാടിന് ആവശ്യമാണെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മളൊരു വാക്ക്, ചില ആൾക്കാരുണ്ട് ഭയങ്കര വാചോടിയായിരിക്കും, പക്ഷേ അവൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ മൊത്തം തെറ്റായിരിക്കും. ഇവിടെ നിന്ന് വലിയ വാചകം കഴിച്ചാൽ നിങ്ങൾ വീട്ടിലോട്ട് നിന്ന് നോക്കാൻ മൈൻഡ് ചെയ്യത്തില്ല അവർ. അങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ മധുചേട്ടനെ പറ്റി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, മധുചേട്ടൻ നല്ലൊരു അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ മകൾ വളരെ മിടുക്കിയായ ഒരു പാട്ടുകാരിയാണ്. പലപ്പോഴും ഇവിടെ വന്ന് പാടിയിട്ടുണ്ട്. ജാനകി എസ് നായർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പ്രശ്നമാണ്. നിങ്ങൾ നായന്മാരെ മാത്രമേ പാടിക്കൊള്ളുന്നത് എന്നോട് ചോദിക്കുന്നത്. എൻ്റെ നിറവ് ഇതല്ല, ഞാൻ ആരാണെന്നൊക്കെ അറിയാം. പക്ഷേ അതല്ല സംഗീതത്തിൻ്റെ നിറമെന്നല്ല. കഴിവുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ എത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിരിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുവാങ്ങുന്ന ഒരുപാട് പ്രശ്നങ്ങളും പറയും. ഇപ്പം നമ്മൾ ഈ വേടൻ്റെ ആശയങ്ങളെ പറ്റി പറയുമ്പോൾ, വേടൻ്റെ ആശയങ്ങൾ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണെങ്കിൽ അത് കാണാതെ കേൾക്കാതെ, ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പോലും കേൾക്കാതെ എന്താ പറഞ്ഞാൽ വളരെ മോശമായ കമൻറ്റുകൾ എഴുതുന്നു. അങ്ങനെ ആകരുത്. നമുക്ക് വ്യക്തമായ നിലപാടുകളുണ്ടായിരിക്കും, നമുക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റൊരാളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമുക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പം മധുചേട്ടൻ്റെ മകൾ ഐഡിയാർ സ്റ്റാർ സിംഗറിൻ്റെ 8ാം സീസണിൽ ഫൈനൽ വരെ പാടിയിരുന്നു. ഫൈനൽ വരെ എത്തണമെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ. ഒരു സ്റ്റാർ സിംഗറിൻ്റെ ഒരു വലിയ വേദിയിൽ, ഏഷ്യാനെറ്റിൻ്റെ വലിയ വേദിയിൽ അതിൻ്റെ ഫൈനൽ വരെ എത്തിയ റണ്ണറപ്പായി തോറ്റു എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് പ്രൈസ് ഒരാൾ കൊണ്ടുപോയി, സെക്കൻഡ് പ്രൈസായിട്ട് മോള് വന്നു. അതിനുശേഷം മോളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. 1 വർഷം നഷ്ടപ്പെട്ടു. 1.5 വർഷം അല്ലേ മധുചേട്ടാ? 1.5 വർഷം നഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം BCom പഠിക്കുകയായിരുന്ന മോള് BCom പരീക്ഷ എഴുതി. അതിനുശേഷമാണ് മഹാപ്രളയം, 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ ചെങ്ങന്നൂർ, പാണ്ടനാട് ഏരിയകളിൽ പോടി. ഈ മോളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗാനമേള പാടും, ഭജന പാടും, ശാസ്ത്രീയ സംഗീതം പാടും, കച്ചേരി പാടും, എന്തിനു വിളിച്ചാലും പാടും. വീട്ടിലെ മുറ്റം കോടീശ്വരനായിരിക്കുന്നത്, നമുക്ക് ലുക്കില്ലെങ്കിലും വലിയൊരു കോടീശ്വരനത്. 5 ഏക്കറിലാണ് ഇവിടെ പാരിപ്പള്ളിയിൽ ഒരു വീട്ടിരിക്കുന്നത്. അങ്ങനെ എത്ര പക്ഷേ പണമുണ്ട്, പക്ഷേ സാധാരണക്കാരനോട് നന്നായിട്ട് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് മനുഷ്യനല്ലേ. അപ്പോൾ ആ മകള് ആ പ്രളയത്തിന് ശേഷം 500 വീടുകളിൽ പോയി അരിയും സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ പാവപ്പെട്ടവർക്ക് കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് അടുത്ത ദിവസം BCom പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ആ കുഞ്ഞിന് ഫസ്റ്റ് റാങ്കാണ് കിട്ടിയത്. അല്ല, നമ്മുടെ മക്കളും നമ്മൾ പറയുന്നത് പണം ഒരുപാടുണ്ടായിട്ട് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളുള്ള പലരുടെയും മക്കൾക്ക് അച്ഛൻ്റെ പേരിലോ അച്ഛൻ്റെ വ്യവസായങ്ങളോ വേണ്ട. അവർക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കണം. തെറ്റിപ്പോകുന്ന എത്ര മക്കളുണ്ടല്ലേ. അച്ഛൻ പറഞ്ഞാൽ കേൾക്കാത്ത എത്ര മക്കളുണ്ട്, അമ്മ പറഞ്ഞാൽ കേൾക്കാത്ത എത്ര, അമ്മയെ സ്നേഹിക്കാത്ത എത്ര മക്കളുണ്ട് ഇവിടെ.
അച്ഛനെ സ്നേഹിക്കുന്ന എത്ര മക്കളുണ്ട്? ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി തിരിച്ചറിയാത്ത ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ മാറ്റിയെടുക്കുവാൻ ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് പറയും. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, അവിടെ ഭിക്ഷക്കാരൊന്നും ഇല്ലെന്നാണ് ധരിച്ചത്. പക്ഷേ ലോക ഭിക്ഷക്കാരുള്ള സ്ഥലമാണ് അമേരിക്ക. അത് ചോദിക്കുന്നത് 25 പൈസ എക്സ്ട്രാ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ എക്സ്ട്രാ ക്വാർട്ടർ ഉണ്ടെങ്കിൽ അവന് കൊടുക്കാൻ അതിന് മാന്യമായി തണ്ടല്ലെന്ന് പറയും. അടിച്ചു മാറ്റലല്ല, തെണ്ടുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ വ്യഭിചാരവും മോഷണം ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അതിൻ്റെതായ അന്തസ്സുണ്ട്. നമ്മുടെ മക്കൾ നമ്മളിപ്പം സാറേ എനിക്ക് മരപ്പണിയാണ് സാറേ എന്ന് പറഞ്ഞു. ഞാനെന്താ അതിന് കുഴപ്പം? സാർ ഞാൻ ഇത്രയും വർഷം 40 വർഷമായി ഞാൻ 10,000-ലധികം വിളി, ഞാനിപ്പോൾ ട്യൂഷൻ എടുത്താൽ ജീവിക്കും. എന്താണ് കുഴപ്പം? ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുക. അധ്വാനിച്ച് ജീവിക്കാൻ സാധിക്കണം അല്ലേ? മറ്റൊരാളുടെ മുതലിനെ കട്ടെടുത്ത് ജീവിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പണക്കാരാണ് രാഷ്ട്രീയക്കാരല്ലേ. അവരുടെ അത്രയും പണം ആർക്കും ഉണ്ടാകുന്നില്ല. ഞാനും കുറേ കാലമായിട്ട് 40 വർഷമായിട്ട് പക്ഷേ ഒരു നിശ്ചിത പരിമിതി കൂടുതൽ എനിക്ക് സാമ്പത്തികമായിട്ട് പലപ്പോഴും വന്നിച്ചേട്ടൻ എന്നെ സഹായിക്കാറുണ്ട്. ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യനെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ റുവൽ സിംഗ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംരക്ഷിക്കുന്ന എത്ര പേർക്ക് നമ്മുടെ സമൂഹത്തിൽ സാധിക്കുന്നു? അവനവൻ്റെ ജീവിക്കണം, അവനവന് വലിയ വണ്ടി വേണം, വലിയ വീട് വേണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇദ്ദേഹത്തെ പോലുള്ള ദൈവതുല്യനായ ഒരാൾ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൈയടി കൊടുത്തേ. ഇപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ഒക്കെ ജപ്തിയാകാൻ പോകുന്നു. ആർക്ക് വേണ്ടിയാണ്? ആരദ്ദേഹത്തെ സഹായിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. നാളെ ഇവിടുന്ന് പോയാലും നിങ്ങൾ വേറൊരു നിലയിലെത്തിയാലും ശരി, ഈ സ്ഥലം, ഈ സ്ഥാപനം നിങ്ങൾ മറക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഇപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒരു ദൈവവും നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളും പള്ളികളും എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഉമ്മ കൊടുക്കുന്ന ഉമ്മ കൊടുത്തില്ല, ചത്തുപോയതിന്. ഉമ്മ വാങ്ങിക്കുന്നവരും ചത്തേനെ, ഉമ്മ കൊടുക്കുന്നവരും മരിച്ചുപോയതിനെ. അതൊന്നും ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട ദൈവമാരാണ്? യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട PPE കിറ്റ് ഇട്ട നഴ്സുമാരും ഡോക്ടർമാരുമായിരുന്നു. ജീവൻ പണയം വെച്ച് ജീവിച്ച് കൊതി തീരാതെ എത്ര പേരാണ് കോവിഡ് സമയത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോയതല്ലേ? അപ്പോൾ അവരുടെയൊക്കെ ആത്മാവും അവരുടെയൊക്കെ ബാക്കി വെച്ച ജീവിതമൊക്കെ കണ്ടാണ് നമ്മൾ. അപ്പോൾ ഒരു മതത്തിൻ്റെ പേരിലോ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു പ്രശ്നത്തിൻ്റെ പേരിലോ അല്ല നമ്മൾക്കുള്ള ഇവിടെ ഇരിക്കുന്ന അഹമ്മദ്, ഇപ്പുറത്തിരിക്കുന്ന ജെയിംസും സഹദേവനും ഒരു അമ്മ പെറ്റ മക്കളാണെന്ന്, നമ്മുടെ സിരകളിലൊക്കെ ഓടുന്നത് ചുവന്ന ചോരയാണെന്നുള്ള ചിന്തയോടെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കണം. എനിക്ക് മാത്രം പണം കിട്ടണം, എനിക്ക് മാത്രം ജീവിക്കണം, സെൽഫിഷ് ആവരുത്. അല്ലാതെ ജീവിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തുവാനും അവരെ സഹായിക്കുവാനുമുള്ള മനസ്സ് നമുക്കുണ്ടാകുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ടിരിക്കുന്നത്, എനിക്കിപ്പം 56 വയസ്സായി, 40 വർഷമായി ഞാൻ സംഗീത ഫീൽഡിൽ. 35 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു പോയത്. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് വന്ന് ഒരു പന്തളം ബാലനുണ്ട്, അത് ആരും എന്നെ സഹായിച്ചു. ഞാൻ പാടിയെടുത്ത ഒരു നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുന്നുണ്ട്. ഞാൻ നന്നാകണമെന്ന് ഞാൻ മാത്രം ജീവിക്കണം, നിങ്ങൾ നന്നാകണമെന്ന് നിങ്ങൾ മാത്രം. ഈ ഇരിക്കുന്ന ഈ കുഞ്ഞിലെ സാധാരണ ഒരു ചോരക്കുഞ്ഞായിട്ട് ജനിക്കുന്നൊരു കുഞ്ഞിനെ പിന്നെ അതിലേക്ക് ജാതിയും മതവും അന്ധവിശ്വാസങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ്. അതല്ലാത്തൊരു പുതുതലമുറയാണ് നമുക്ക് ആവശ്യം. അത്തരത്തിലേക്ക് ചിന്തിക്കുവാൻ എല്ലാവർക്കും സാധിക്കണം. തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ മനുഷ്യനാണ് ഇവിടെ നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ വന്നത്, ബാബ സുരേഷ് എന്ന് പറയുന്ന. അത് സ്വന്തമായിട്ട് വീടില്ല. ഞാനവിടെ അച്ഛൻ മരിച്ചപ്പോൾ പോയത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ലോകം മൊത്തം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ICUവിൽ കിടന്ന് ആദ്യം കണ്ണ് തുറന്ന് അദ്ദേഹം സംസാരിച്ചത് മന്ത്രി വാസവനോട് സംസാരിക്കുക. രണ്ടാമത് വിളിച്ച ആൾ എന്നെയാണ്. എന്തുകൊണ്ടാണ്? ഞാൻ അദ്ദേഹത്തെ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ബാധ്യത ഞാനൊന്നും കഴിച്ചില്ല. ഭയങ്കരമായ അഭിമാനിയാണ് അദ്ദേഹം. അല്ലെങ്കിൽ ഒരു കിങ് കോബ്ര പിടിക്കുമ്പോൾ സാർ എനിക്ക് 5,000 കിട്ടിയെങ്കിൽ ഞാനത് ചെയ്യുള്ളൂ. കാരണം ആലോചിക്കട്ടെ, ഫ്രീ സർവീസാണ്. അദ്ദേഹം ഒരിക്കലൊരു കരഞ്ഞ ഒരു കാര്യമുണ്ട്. വളരെ റിസ്ക് എടുത്ത് ഒരു പാമ്പിനെ പിടിക്കാൻ പോയിട്ട് ഒരു വീട്ടുകാരൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. റിസ്ക് എടുത്ത് പിടിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോഴത്തേക്ക് വീടിൻ്റെ പുറകിൽ ഒരു ബാത്റൂം ഉണ്ടാവില്ലേ, ചെറൽ ആരും ഉപയോഗിക്കാത്ത ബാത്റൂമുണ്ട്. അവിടെ നിന്ന് ആ ബക്കറ്റിൽ ആ മഗ്ഗിൽ കോരി വെള്ളം കൊടുത്ത് അന്ന് പറഞ്ഞ് കരഞ്ഞ ഒരാളുണ്ട്. അങ്ങനെ ആവരുത് മനുഷ്യനെപ്പോഴും മനുഷ്യത്വമുള്ളവനായിരിക്കണം. എല്ലാവരെയും ഒരുപോലെ കാണുവാൻ ഉള്ള മനസ്സുണ്ടായിരിക്കും. നമ്മുടെ മാവേലിയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാവേലി നാടു വാണിടങ്കാരം മനുഷ്യരെല്ലാവരും ഒരുപോലെ. ഇന്ന് മനുഷ്യരെല്ലാം വിഭിന്നങ്ങളാണെങ്കിൽ ഇപ്പം ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. എത്ര കാലത്തിന് ശേഷം, ഒരു 10-15 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്.
നമ്മൾക്ക് എത്ര സഹോദരങ്ങളുണ്ടല്ലോ, നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കൾ എത്ര ഉണ്ട്. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഞാൻ പാകിസ്ഥാനിയുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനും എൻ്റെ ശത്രുവല്ല ഒരിക്കലും. ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാൽ മലയാളികളും പാകിസ്ഥാനികളും എല്ലാം ഒരുമിച്ച്, ഇന്ത്യക്കാരും ഒരുമിച്ച് ഒരു പറയണ്ടല്ലോ അല്ലേ, ശരിയല്ലേ? അങ്ങനെയാണ് കഴിയുന്നത്. അപ്പോൾ പിന്നെ നമുക്കെവിടെയാണ് ഇവരൊരു ശത്രുവാകുന്നത്? അതൊന്നും ഒരു ശത്രുവല്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുൻപിലേക്ക് ജീവിക്കുവാൻ ശ്രമിക്കുക. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ജീവിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത്. ഈ ഇരിക്കുന്ന അമ്മമാരുടെ പല മക്കളും വലിയ നിലയിലൊക്കെ ഉണ്ട്. പക്ഷേ അവരെ സംരക്ഷിക്കുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ചില കാലം കരുതി വെച്ച ചില കണക്കുകളുണ്ട്. അത് അവരെ കൊണ്ട് പറയിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്തായാലും അമ്മമാരെ നമ്മൾ സംരക്ഷിക്കണം, അമ്മമാരെ സ്നേഹിക്കണം, നമ്മളെക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കണം. നിറത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ കുലത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ ഒരാളെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കരുത്. എല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നും നമ്മുടെ സിരകളിലോടുന്നത് ചുവന്ന ചോരയാണെന്നുള്ള ചിന്തയോടെ ജീവിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാം സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഓണം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പരസ്പര സ്നേഹത്തോടെ, നിങ്ങൾ ഈ റുവൽ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും എന്നും കടപ്പെട്ടവരാണ്. അവരുടെ ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥന. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ ചോദിക്കുകയായിരുന്നു, ഒരു ദിവസം അന്നദാനത്തിന് ചിലപ്പോൾ മതിച്ചേട്ടനോട് ചോദിച്ചു, മതിച്ചേട്ടൻ 10,000 രൂപ കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, ഒരു ദിവസം അന്നദാനത്തിനുള്ള പൈസ ഞാൻ തരും. സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. 14 ദിവസം ആണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളുടെ ദൈർഘ്യം. ഈ മാസം ആഗസ്റ്റ് 26-ാം തീയതി ആരംഭിച്ച് സെപ്റ്റംബർ 8-ാം തീയതി അവസാനിക്കുന്ന വിധത്തിൽ ഓരോ ദിവസവും വളരെ വൈവിധ്യമേറിയ പരിപാടികളോടുകൂടി ആണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ ഭാരമേറിയ സംഘാടന ചുമതല ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. ഓരോ ദിവസവും വന്നു ചേരുന്ന അതിഥികളുടെ വ്യക്തിമൂല്യവും സാമൂഹ്യമൂല്യവും ഒക്കെ പരിഗണിക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അത്തരത്തിൽ വിപുലമായ രീതിയിൽ പരിപാടിയുടെ മൂല്യം എത്രത്തോളം വർദ്ധിപ്പിക്കാമോ ആ തരത്തിൽ ഓരോ ദിവസവും പരിപാടികൾ ക്രമീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ പൂക്കള മത്സരം കഴിഞ്ഞു. അതിൻ്റെ സ്ഥാനങ്ങൾ നിർണയിച്ചു. അതിൻ്റെ വിധി പ്രഖ്യാപിക്കുന്ന വേദിയും കൂടിയാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു സവിശേഷത, കേരളത്തിലെ ഏറ്റവും വലിയ ഗായകൻ എന്ന്, ജനകീയ ഗായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ പന്തളം ബാലൻ മാഷിനെ നമ്മുടെ ഈ വേദിയിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ നമ്മുടെ ഈ അന്തരീക്ഷത്തിന് ഒരു സംഗീതാത്മകത ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആകർഷിക്കാൻ കഴിയുന്ന കല ഏത് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം, അത് സംഗീതമാണെന്ന്. കാരണം സംഗീതമില്ലാതെ ലോകമില്ല, സംഗീതമില്ലാതെ പ്രപഞ്ചമില്ല. എല്ലാത്തിലും സംഗീതമുണ്ട്. കാറ്റിന് സംഗീതമുണ്ട്, കടലിന് സംഗീതമുണ്ട്. നമ്മുടെ ജീവിതത്തിനും ഒരു സംഗീതമുണ്ടാകണം. ഒരു വലിയ മനുഷ്യൻ ലോകത്തുള്ള മനുഷ്യരുടെ ശബ്ദം സംഗീതം പോലെ കേൾക്കാൻ ശ്രമിച്ചു എന്നൊരു ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ മനുഷ്യൻ്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, മനുഷ്യൻ്റെ ശബ്ദം നിലവിളികളായിട്ടും കൊലവിളികളുമായിട്ടും കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഒരു ചരിത്ര പുരുഷൻ രാജ്യത്തിൻ്റെ അതിർത്തികൾ അപ്പുറം, അതിർത്തികളില്ലാത്ത ലോകത്തെ സർവ്വ മനുഷ്യരും ഒന്നിച്ചു ചേരുന്ന ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞത്, മനുഷ്യൻ്റെ ശബ്ദം സംഗീതം പോലെ കേൾക്കാൻ കഴിയുന്നൊരു കാലം വരണം. അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ട് ആണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ വലിയ മനുഷ്യൻ്റെ പേരാണ് കാർൽ മാർക്സ്. അങ്ങനെ സംഗീതം ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും അന്തർധാരയായിട്ട് ഒഴുകുന്ന ഒരു കലയാണ്. ആ കലയുടെ കേരളത്തിലെ
ഏറ്റവും പ്രശസ്തനായ ഗായകൻ ശ്രീ പന്തളം ബാലൻ മാഷ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നതാണ്. ഇന്നത്തെ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. ഞാനൊക്കെ ഗാനമേള കേട്ടു തുടങ്ങുന്ന കാലത്ത് കേൾക്കുന്ന ഗാനമേളയിലെ ഗായകന്മാർ ഒന്ന് മാർക്കോസ് ആണ്, രണ്ട് ഇടമ ബഷീർ ആണ്. അതിനുശേഷം കേട്ടു തുടങ്ങിയ പേരാണ് ശ്രീ പന്തളം ബാലൻ. എന്താണ് അവർ രണ്ടുപേരിൽ നിന്നും മൂന്നാമത്തെ ഈ ഗായകനുള്ള സവിശേഷത എന്ന് ചോദിച്ചാൽ, ഗാനമേളയിലെ സവിശേഷമായ അനുഗ്രഹീതമായ ദിവ്യമായൊരു ശബ്ദം ഗാനമേളയിൽ കേൾക്കാൻ ആരംഭിച്ചത് പന്തളം ബാലമാഷിനോടൊപ്പമാണ്. അത് കേരളത്തിലെ ജനകീയ കലയായിട്ട് വളർന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്ക് ഉണ്ട്. അതിൻ്റെ തുടർച്ചയായി ചരിത്രം ഇങ്ങനെ മാറി മാറി വന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ആ വേദിയെ ഭരിക്കുന്നതെന്ന് വേടൻ എന്ന യുവാവാണ്. വേടൻ്റെ പാട്ടിനും ആവിഷ്കാരത്തിനും പൂർവ്വ ചരിത്രത്തിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. വേടൻ്റെ പാട്ടുകൾ മറ്റുള്ളവർ പാടിയ പാട്ടുകളല്ല, മറ്റുള്ളവർ എഴുതിയ പാട്ടുകളല്ല. വേടൻ ഒരു കവിയായി അവതരിക്കുകയാണ്. വേടൻ സ്വന്തം വരികൾ എഴുതും, കാവ്യങ്ങൾ എഴുതും. ആ കവിതകളിലും വരികളിലും വാക്കുകളിലും എല്ലാം പ്രതിഷേധമാണ്, പ്രതിരോധമാണ്. അത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ വികാരമാണ്. ആ വികാരം സ്വന്തം കവിതയാക്കി മാറ്റുകയും ആ കവിതകൾക്ക് സ്വന്തം ഈണം കൊടുക്കുകയും കേരളത്തിലെ ഒരു സവിശേഷ സംഗീത ലയത്തിലൂടെ നമ്മുടെ നാടിൻ്റെ ഒരു പുതിയ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന വേടനിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ സമാന്തര ഗാന സാമ്രാജ്യം. മധു ചാത്തന്നൂർ സ്വാഗതം ആശംസിച്ചു. സമുദ്രതീരത്തിലെ ഓണാഘോഷ പരിപാടി നമുക്കൊരു നാദത്തിന് ഒരു വേദി തന്ന ആദ്യമേ അതിനൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മളെ അധ്യക്ഷൻ ശ്രീകുമാർ സാറിനെയാണ്. സാറ് വളരെ സ്വാഗതത്തിൽ തന്നെ എല്ലാ നല്ല കാര്യങ്ങളും സാറിൽ അവതരിപ്പിച്ച് കഴിഞ്ഞു. എന്താണ് ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ നാദത്തിൻ്റെ പേരിലും സമുദ്രതീരത്തിൻ്റെ പേരിലും പ്ലക്കാർഡ് ശ്രീകുമാർ സാറിനെ ഞാൻ സാദരം സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത് നമ്മളെ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പന്തളം ബാലൻ സാറാണ്. ഇന്ന് എത്തുമെന്നുള്ള കാര്യത്തിൽ പോലും സംശയമായിരുന്നു അവസാന സമയം വരെ. കാരണം അദ്ദേഹം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, അമേരിക്കയിലായിരുന്നു. 2 ദിവസം മുന്നേ വന്നിട്ട് ശേഷമാണ് ഞാനുമായിട്ട് സംസാരിച്ചു. പല പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു, ഇങ്ങനെ സമുദ്രതീരത്ത് പോകണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തായാലും നമുക്കിന്ന് കിട്ടിയ ഒരു അനുഗ്രഹീതമായ ഒരു കലാകാരനെയാണ് ഇത് നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത്. ഇതിലേക്ക് ശ്രീ പന്തളം ബാലൻ സാറിനെ നാദത്തിൻ്റെ പേരിലും സമുദ്രത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ നാദം കുടുംബാംഗങ്ങൾക്കും ഇവിടുത്തെ അന്തേവാസികൾക്കും പ്രത്യേകിച്ച് റുവൽ സിംഗ് സാറിനും എല്ലാവർക്കും ഒറ്റ വാക്കിൽ സമയം അതിക്രമിച്ചുകൊണ്ടാണ് സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യം അവസാനിപ്പിക്കുകയാണ്. ചടങ്ങിൽ മഹേഷ് MDയുടെ വരികൾക്ക് ശ്യാം കൊല്ലം ഈണം പകർന്ന് MJ രാജ്മോഹൻ ആലപിച്ച ശ്രാവണ പൗർണമി എന്ന ഓണപ്പാട്ട് പന്തളം ബാലൻ പ്രകാശനം ചെയ്തു. തുടർന്ന് ഗാനമേള നടന്നു. പർവ്വതനിരയുടെ പനിനീരെ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പിന്നെ മൈലാഞ്ചി കാട്ടിൽ
വയറിൽ നല്ല അരമണി കിലുക്കം, ആടും താളത്തിൽ നല്ല പൊൻചിലമ്പാട്ടം. തന്നാരം പാടുന്ന പാട്ടില് ആടിക്കളിക്കണോരമ്മ, തന്നാരം പാടുന്ന താളത്തിൽ ആടിയുലയണോരമ്മ. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായോജ്യം നിന്നൂപം. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായോജ്യം നിന്നൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കായി ഈയൊരു ദിനം മനോഹരമാക്കിക്കൊണ്ടാണ് അവർ സമുദ്രതീരത്തു നിന്നും മടങ്ങിയത്.